ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സ്പെയിനിൽ വലൻസിയയിലാണ്. വലൻസിയയിൽ ഇജോര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പൂക്കൾ കയറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ആദ്യം അൽമെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പൂക്കൾ കയറ്റിയതാണ്. അപ്പോൾ ഇനി പോകുന്ന റൂട്ട് വലൻസിയയുടെ അടുത്തുനിന്ന് കയറ്റിയിട്ട് അതുവഴി നേരെ ജർമ്മനിക്കാണത്. Dentro de 3 kilómetros, toma la salida 27A hacia CV339, en dirección al Kublers. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് റൂട്ടുണ്ട് അവിടേക്ക് പോകാനായിട്ട്. അപ്പം ഒരെണ്ണം ഈ വഴിയാണ്, അടുത്തത് വന്നിട്ട് വേറൊരു വഴിയും കൂടി ഇല്ല. അപ്പം നമ്മൾ പറഞ്ഞത് പ്രകാരം വന്നിട്ട് ഈ വഴിക്ക് കയറരുത് എന്നാണ് എന്നോട് പറഞ്ഞേക്കണത്. ഈ വഴിക്ക് കയറരുതെന്നല്ല, ഇതിൽ കയറി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പുറത്തെ റോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ GPS കാണിക്കണില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ പോയി നോക്കേണ്ടി വരും. Toma la salida 25, vire a la derecha en dirección Irienor, después gira a la derecha por la primera calle. A 600 metros, toma la salida 27A hacia CV339, en dirección al Kublers. Toma la salida 27 a la derecha por la CV339, después entra en la rotonda. നമ്മളപ്പോൾ അവിടെ എത്തനേക്കാളും ഒരു 15 മിനിറ്റ് മുമ്പ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടവരെ. Toma la salida 27A. Dentro de 300 metros, en la rotonda, toma la segunda salida en dirección CV339. Sal de la rotonda por la cuarta salida por la CV339. നമ്മൾ ഇവിടേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം മുമ്പ്. എന്നിട്ട് ഏതോ വഴിയിൽ കൂടെ ഒക്കെ കയറി പിന്നീട് റിവേഴ്സ് വെച്ച് അങ്ങനെ കുറേ നൂലാമലകൾ ഉണ്ടായി. Sal de la rotonda en CV339. Continúa por CV339 800 metros. ഇവിടെ നിന്ന് ശരിക്കും 10 കിലോമീറ്ററാണ് പറയണത്. പക്ഷെ GPS ഒരു കാരണവശാലും ട്രക്കിൻ്റെ ഇതിൽ കയറാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അറിയില്ല. ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ. Dentro de 500 metros, en la rotonda, toma la primera salida. Sal de la rotonda por la tercera salida por la CV339. എന്തായാലും നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ്. ഈ വഴിയാണ് പറയണത്. Sal de la rotonda. Continúa 5 kilómetros. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് വിളിച്ച് വരണം, നമ്മൾ ഈ റൂട്ട് വന്നിട്ടുണ്ട്. En 900 metros, gira a la derecha en el camino del Black Albo.
നമുക്കപ്പോൾ എന്തായാലും ഈ റൂട്ട് തന്നെ കുറച്ചുകൂടെ പോയി നോക്കാം. തിരിച്ചു വരേണ്ടി വരും എന്ന് തോന്നണില്ല. Gira a la derecha en el camino del Black Albo. നമ്മളോട് പറയണത് ഇതില് ഒന്നുകിൽ വലത്തോട്ട്, ഈ വഴി നടക്കില്ല. 12 ടണ്ണിൽ കൂടുതൽ കയറാൻ പറ്റില്ല. ഇതും ശോകമായ അന്തരീക്ഷമായൊരു വഴിയാണ്. നമുക്കപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് അവരോടൊന്ന് വിളിച്ച് പറയാം എന്തായാലും നമ്മൾ ഈ റൂട്ട് വന്നിട്ടുണ്ടെന്ന്. ആദ്യം തന്നെ ആ പരിപാടി ചെയ്യാം. En 2,5 kilómetros, gira a la derecha en la carretera sin asfaltar. എന്തായാലും എന്താ അവിടെ ഒരു സംഭവം ഉണ്ട്, അതുകൂടെ നോക്കിയിട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. വണ്ടികൾ അത്യാവശ്യത്തിൽ വരണുണ്ട്. യെസ്, ഇത് അനാവശ്യ ബ്രേക്ക് ഔട്ടി തന്നെ കണ്ട. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അപ്പം പുള്ളിയുടെ അടുത്ത് നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളിവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. ബാക്കി കാര്യം ഇപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇവർ തുടങ്ങാനുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് റൂട്ടുകളൊന്നും ആർക്കും അറിയുന്നില്ല. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി പെട്ട് 2 മാപ്പ് കാണിക്കും. GPS വണ്ടിയുടെ GPS വന്നിട്ട് ഈ റൂട്ടല്ല കാണിക്കണേ. മൊബൈലിൽ വന്നിട്ട് ഇതും കാണിച്ചു, അപ്പുറത്തെ മെയിനായിട്ട് കാണിച്ചു. En 1,5 kilómetros, gira a la derecha en la carretera sin asfaltar. അപ്പം നമ്മൾ വന്നിട്ട് അതിലേക്ക് കയറി ശോകമായ വഴി. Gira a la derecha por el camino. GPS പറയണതനുസരിച്ചിട്ട് ഇവിടെ നിന്ന് വലത്തോട്ട് ഈ റൂട്ട് കയറി പോകാൻ പറയണം. ഇതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പാടത്തിൻ്റെ സെൻറ്ററിൽ ചെല്ലാം. ആദ്യമായിട്ടൊക്കെ നമ്മൾ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ ഇതുപോലത്തെ കുറേ കോമഡി ഉണ്ടായിരുന്നു. Gira a la derecha en la carretera de los Frailes. Gira a la derecha hacia Camí dels Flares. ഇതാണ് പറയുന്നത്. Gira a la izquierda en el bosque del por Camí dels Flares durante 1,5 kilómetros.
ഈ റോഡൊക്കെ എന്തായാലും ഒന്നും നന്നാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു സൈക്കിൾ വരുന്നുണ്ട്. Dentro de 500 metros, gira a la izquierda. ഇനി ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. Gira a la izquierda. Del Curral de Rovira. La Pinada. Continúa 3 kilómetros. Llegarás al destino. Coordenadas. El destino queda a la derecha. ഇതെന്നെ റൂട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല, കാരണം 3-4 വർഷത്തോളമായി. 4 വർഷം പോരാ. ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. അല്ല, ഇതവരുടെ പുതിയ സംഭവമാണ്. ഇവിടെ പൂക്കളുണ്ടല്ലോ. നമുക്ക് എന്തായാലും അപ്പുറത്തൊന്ന് നോക്കിയിട്ട് വരാം. .9 നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ ആളില്ലെങ്കിൽ തിരിച്ച് ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇവിടെ En 1,5 kilómetros llegarás al destino. Coordenadas. El destino queda a la derecha. ഇതുമല്ല, ഇതാണോ? അല്ല, ഇതൊരു വീടാണ്. ഇവിടെ ഒന്നും കാണാനില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബിൽഡിങ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നാണ് നമ്മൾ ഈ നോക്കണം കിടന്നിട്ട്. ഇവിടെ വലതുഭാഗത്തായിട്ട് ഇതാണെന്ന് തോന്നണം. Dentro de 500 metros, gira a la derecha. യെസ്, ഇതാണ് സ്ഥലം. കൂട്ടുകാരെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തി. വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് 200 metros llegarás al destino. നമുക്ക് പോകാനുള്ള പൂക്കളാണ് ആയിരിക്കുന്നത്. നമ്മളപ്പോൾ ഇവിടെ നിന്നുള്ള പൂക്കൾ കയറ്റി നമ്മളിപ്പോൾ വലൻസിയയിലാണ്. ഇജോര എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് ബാലൻസ് പൂക്കൾ കയറ്റിയിട്ട് നമ്മളിപ്പോൾ നേരെ ജർമ്മനിക്ക് പോകണം. അവിടെ പോയി ലോഡ് ഇറക്കാം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മളിപ്പോൾ വന്ന വഴിക്ക് 2 GPS-കളും 2 തരത്തിലാണ് നമ്മുടെ അടുത്ത്. ഒന്ന് പറയുന്നത് ഇതിലേക്ക് പോകാനാണ്. GPS കൊണ്ടുള്ള പ്രശ്നം അതാണ്. കണ്ണടച്ച് വെട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ GPS-നെ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ അത് പറയുന്ന വഴിക്ക് നമ്മൾ തിരിക്കും.
എന്നിട്ട് തിരിച്ചിട്ട് എനിക്ക് പണി കിട്ടിയതാണ്. പണി കിട്ടാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതുപോലത്തെ വഴി കൂടെയൊക്കെ അവിടെ നിൽക്കും, നോക്കും, പിന്നെ വീണ്ടും കുറച്ചും കൂടെ പോവും, പിന്നെ നോക്കും, അങ്ങനെ നോക്കിയും പോയിട്ടൊക്കെയാണ് അവസാനം ഈ പുള്ളീനെ വിളിച്ചു. പുള്ളിക്കാരനോട് പറഞ്ഞു ഇന്ന റോഡ് എടുക്കുന്നു പറഞ്ഞു. പുള്ളിക്കാരൻ ഇവിടെ താമസിക്കണമല്ലോ, ആളെന്നോട് ഇന്ന റോഡ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഏത് റോഡ് എടുക്കാനാ? എന്നിട്ട് ഒരു കണക്കിന് എത്തിയ അവസാനം. അതൊരു 3-4 വർഷം മുമ്പ്. അതപ്പോൾ ഇവിടെ തുടങ്ങാനുണ്ടായിരുന്നുള്ളൂ ഇവർ ഈ പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ നൈസായിട്ട് ഇപ്പം ഈ വഴിക്ക് ഇങ്ങോട്ട് പോകുന്നു. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു വഴിയാണ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു 1758 കിലോമീറ്റർ ഉണ്ട്. ഇവിടെയൊക്കെ ശരിക്കും കൃഷികളുടെ സ്ഥലങ്ങളാണ്. സെൻറ്ററിൽ നിന്നൊരു 18 കിലോമീറ്റർ അകത്ത് കയറിയിട്ട്. സെൻറ്റർ മീൻസ് ഹൈവേന്ന്. Continúa por Camí dels Flares durante 1 kilómetro y medio. ഇവിടെ നിന്ന് വന്ന വഴിയെ തന്നെ നമുക്ക് തിരിച്ചു വേണ്ടി വരും. ഇവിടെയൊക്കെ അതേ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വരുന്നുണ്ട്. അത് അവസാനമായപ്പോഴേക്കും പൂക്കളൊന്നും കയറ്റാൻ പറ്റിയില്ല. കാരണം ഇവിടെ ഇത് കയറ്റുന്ന ഡക്ക് ഇല്ല. നമ്മൾ പുള്ളിക്കാരനൊരു സംഭവം ഇട്ടിട്ട് തള്ളി കയറ്റ ചെയ്തേ. അവസാനം എന്തെങ്കിലും മെഷീൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സാധനം കയറ്റി. ഇവിടെ നിന്ന് ഇടത്തോട്ട് നമ്മുടെ GPS പറയണമെന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ വെട്ടാളാനാണ് പറയണത്. ആ വഴിക്കാണ് പറയുന്നത്. നമുക്ക് പക്ഷെ തിരിച്ച് ഈ റൂട്ട് തന്നെ പോകേണ്ടി വരും. ഇത് വന്ന റൂട്ട് തന്നെ നമുക്ക് പോകേണ്ടി വരും. ഫ്രണ്ട് ഇറങ്ങാണ്ട് എങ്ങനെ പോകും എന്ന് നോക്കട്ടെ. ഇത് മൊത്തം പ്രാണി അടിക്കും ഇവിടെ. ഇതുപോലത്തെ കാമ്പോയിലേക്ക്. കാമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിലേക്ക് കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ചു ചെല്ലും വയ്ക്കും. നമ്മളപ്പോൾ ഇന്ന് കാലത്ത് 9 മണി കഴിഞ്ഞ് 9:30 ഇപ്പോൾ വണ്ടി എടുത്താണ്. അതിനുശേഷം അവിടെ ലോഡ് കയറ്റാൻ പോയി. അവിടെ നിന്ന് വലൻസിയ. ഇപ്പോൾ ഏകദേശം 633 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന്. ഇനി ഹൈവേയിൽ കയറ്റിയിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് വണ്ടി ഒതുക്കാം.
ഇവിടെ അധികം വലിയ മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത, ഇവിടെ ആൾക്കാർ കൃഷിയും പരിപാടികളൊക്കെ ആയിട്ടാണ്, അതിനുള്ള സ്ഥലങ്ങളാണ്. താമസം അധികം ഇല്ല ഇവിടെ. നമ്മൾ ഈ വഴി കൂടെയാണ് തന്നെ വന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കപ്പോൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്ന രാത്രി ആകുമ്പോഴേക്കും ജർമ്മനിയിൽ ഇറക്കേണ്ട സ്ഥലത്ത് എത്താം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ റൗണ്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു ഇതിലേക്ക് കയറണം. Dentro de 300 metros, en la rotonda, gira a la izquierda hacia CV 339. എന്നൊക്കെ ഇവിടെ അവധിയാ. പക്ഷെ വൈകിട്ട് 7 ചെയ്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ഹൈവേയിൽ തിരക്ക് കാണും. Sal de la rotonda por la segunda salida por la CV 339. വലൻസിയ. Sal de la rotonda por la segunda salida. നമ്മളപ്പോൾ ഏകദേശം ഹൈവേയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. Dentro de 600 metros, en la rotonda, toma la segunda salida y continúa por CV 339. CV 339, CV 339. Sal de la rotonda por la segunda salida por la CV 339. Sal de la rotonda en CV 339. Dentro de 300 metros, en la rotonda, toma la tercera salida CV 35 en dirección Benissanó, Valencia. ഇവിടെ നിന്ന് Sal de la Round rotonda por la എടുത്തിട്ട് cuarta salida por la CV 35. ഈ ഹൈവേയിൽ കയറിയിട്ട് ഇതിന് ശേഷം വേണം നമുക്ക് മെയിൻ ഹൈവേയിലേക്ക് കയറാനായിട്ട്.
Sal de la rotonda por el ramal. അപ്പം അതിലെ കയറിപ്പോയി നമ്മൾ. അങ്ങനെ കയറി കഴിഞ്ഞാൽ വീണ്ടും ഒരു റൗണ്ടും കൂടെ അടിക്കണം നമുക്ക്. ഇനി ഇവിടെ നിന്ന് Continúa por CV 35 16 kilómetros. 16 കിലോമീറ്റർ. Sigue por la CV 35. നമ്മളപ്പോൾ ഇതിലേ തന്നെയാണ് വന്നത്. അവിടെ നിന്ന് ഹൈവേയിൽ കയറിയിട്ട് നേരെ AP7. അതായത് ബാർസലോണ, ഹിരോണ, ഫ്രാൻസിയ. ഫ്രാൻസിൽ കയറിയിട്ട് ഫ്രാൻസിൽ നിന്ന് ലക്സംബർഗ്, ലക്സംബർഗിൽ നിന്ന് ജർമ്മനി. 2 റൂട്ട് എടുക്കാം. ഒന്നുമില്ല, ഫ്രാൻസിൽ നിന്ന് നമുക്ക് ബെൽജിയം കയറി ബെൽജിയത്തിൽ നിന്ന് നേരെ ജർമ്മനി കയറാം. പക്ഷെ റൂട്ട് കണ്ടിട്ട് എളുപ്പം നമുക്ക് ഇവിടെ നിന്ന് ലക്സംബർഗ് കയറി പോണതാണ്. അപ്പം അങ്ങനെയാണ് തൽക്കാലത്തേക്ക് നമ്മൾ പ്ലാനിങ് വിചാരിച്ചാണ്. സാധാരണ ഇതിൽ നമ്മൾ ഡ്രൈവർമാരാണ് റൂട്ടുകൾ സെലക്ട് ചെയ്യുക. കമ്പനി ഒന്നും പറയാറില്ല. ഏതാണ് നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേ പോക്കണം പറയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സാധാരണഗതിയിൽ രാത്രി ആണ് ലോഡ് കയറ്റണത്. ഇന്നിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. കാലത്തെ വിട്ടു. അതിവിടെ കയറ്റാനുള്ളതുകൊണ്ടായിരിക്കണം. ഇതാണ് ജിറിയ എന്ന് വായിക്കും. നമ്മളിപ്പോൾ വലൻസിയയുടെ അടുത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വലൻസിയയിലെത്തും. ഇവിടെ നിന്ന് അവിടെ നിന്ന് നേരെ ബാർസലോണ എത്താൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി ഒതുക്കണം. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.